രോഹിത്തിന്റെ സഹോദരി റോഷിനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ട് രോഹിത്തും ചെന്നിട്ട് ഇവരെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വന്നെങ്കിൽ വന്നു. ഇതിനകത്ത് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചാന്ന് പറഞ്ഞു. എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ വ്യക്തി രോഹിത്തിന് വീഡിയോ എടുക്കാൻ ആൾ വേണം, നമുക്ക് ജീവിക്കണ്ടേ, വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാനൽ വളരണം, അവന്റെ ജോലി വളരണം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആൾ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. പഠിക്കാൻ നോക്കുന്നില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി. അതായത് അവിടെ കണക്ഷൻ, അപ്പൊ ഇപ്പത്തെ കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷൻ കട്ട് ചെയ്യുന്നു. ഇവരൊരു ചേട്ടനോ സ്വന്തം പെങ്ങളെ പറ്റിയില്ല പറയുന്നത്, ഇവൻ അങ്ങനെ ഒരു ബോധമുണ്ട്. അടിച്ചതിന്റെ കരണക്കുറ്റി പൊളിച്ചോളി. എന്തോ ആയിക്കോട്ടെ, അതിന്റെ പെങ്ങളല്ലയോടാ, അതിനെ പറ്റിയാണോ നീ പറയണേ? എന്ത് തോന്നിയ ദിവസം പറയണേ? നിന്റെ ലെവൽ ഇപ്പം നീ എത്രമാത്രം തരം താഴാവുന്ന ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായി. മോനെ രോഹിത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അമ്മയോട് പുള്ളിക്കാരൻ വഴക്കും കാര്യങ്ങളാണോ? അമ്മയോട് വഴക്കും കാര്യങ്ങളോ? ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ്. എന്റെ ദൈവമേ, വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോൾ വന്നപ്പോ സഹോദരനായതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങളോട് ഉണ്ടാവാം, അതൊക്കെ കൊണ്ടാവാം. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല, ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടെ ഒരു വെയിറ്റിന്. രോഹിത്തിന്റെ സഹോദരി എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ, ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാവരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. 12 മണിയോട് അടുത്ത് വീട്ടില് വേറെ 2 ആമ്പിള്ളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു. ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിൽ ന്യായീകരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത്.